ഇപ്പോൾ ഓർക്കുക, ഈ ഷൂറുഖ് ഖാൻ്റെ വിഡ്ഢിത്തമായിരുന്നു. ഷൂറുഖ് ഖാന് ചെറുപ്പത്തിലെ കൂട്ടുകാർ അവർ മൂത്തവരും അനിയനും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കുക വിഡ്ഢികളാദ്യം. ഒരു ഗ്ലീഷും ഷൂറുഖ് ഖാനും ഒടിഞ്ഞ് നടക്കണം, ഒരു വിഡ്ഢിയും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അവർ പറയൂല. അവരെ കൊണ്ട് പറയിപ്പിച്ച വിഡ്ഢിത്തം അവർ മൂട്ടിന്ന് വിടുക. അയാൾ സ്വന്തം വിവരമുള്ള കാര്യങ്ങൾ സംസാരിച്ച് അവർ പറയാൻ അറിയില്ല. സൂക്ഷിച്ചത് കഴിച്ചും പറഞ്ഞ് നടന്ന് ലൈഫ് എന്ന് പറയാൻ പറ്റില്ലേ, ശോഷിച്ച അവസ്ഥയിൽ മുഴുകി നടക്കുക. അവർക്ക് മൂത്തൊരു അനിയൻ തമ്മിൽ വ്യത്യാസം അറിയാണ്ട് ഈ അനിയനും അവർ തമ്മിൽ കൂട്ടുകാരും ഡൽഹിയും അവിടെ ഉത്തർപ്രദേശിലും എല്ലാം വളരെ വൃത്തികെട്ട സ്ഥലമാണ്. മനസ്സിലാക്കുക ഏതൊക്കെ സ്ഥലമാണെന്ന്. അവർക്ക് ഗോവയായിട്ടോ കേരളമായിട്ടോ ഒരു ബന്ധമില്ല. അപ്പോൾ എന്താ ഇഷ്ടമില്ലാണ്ട് പറയണ എല്ലാ രീതിയും വ്യത്യാസമുണ്ട്. ചെയ്യണ രീതിയും അവരുടെ മോന്തകളൊന്ന് ഫേസ്ബുക്കിനടുത്ത് കുമ്മുട്ടിയും കോഹലാലും കുണിയും അഞ്ചടി പൊക്കളവരുടെയും വളഞ്ഞ കുരുട്ട് മോന്തകൾ ചാണക മോന്തകളെല്ലാം കൂടെ എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വെച്ചാൽ നേരെ വ്യത്യാസം എന്ന് പറയാം. വൃത്തികെട്ട എലി മോന്തകളാണത്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ നിങ്ങളെ പോലെ ശോഷിച്ച വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അവറുകളെന്ന് പറഞ്ഞ് ജീവനില്ലാത്ത ആരാധിച്ച് വിവരമില്ലാത്തത് പറഞ്ഞും കേട്ടും വിഡ്ഢിത്തം എന്താണെന്ന് മനസ്സിലാക്കി വിവരത്തിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് നേരമില്ല, മാറാൻ ഞങ്ങൾ തയ്യാറല്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയണില്ല, ഷോർട്ടായിട്ട് പറയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മൂത്തൊരു അനിയൻ തമ്മിൽ വ്യത്യാസം അറിയാണ്ട് കുറേ പേര് തലയ്ക്ക് വിവരമില്ലാണ്ട് കുറേ മുമ്പിൽ നടന്നിട്ടാണ് കുറേ ഡൽഹിയിലും കുറേ വൃത്തികെട്ട മോന്തയായിട്ട് കുറേ പേര് ജനിച്ചിട്ടാണ് അവരുടെ തള്ളകളെ കൊണ്ട് അവരുടെ കൂട്ടുകാരെ കൊണ്ട് സംഭോഗം ചെയ്യിപ്പിച്ചിട്ട് അവരുടെ തന്തമാർ, മുസ്ലിം തന്തമാർ പറഞ്ഞ് തന്തമാർ കാണിക്കേ എന്നിട്ടാണ് അവർ യൂട്രസ് ഇല്ലാത്ത തള്ളയ്ക്ക് ഫൈബ്രോയിഡ് വന്ന് ഓരോരെ ഇതൊക്കെ വന്നേക്കണം. എന്ത് കൂട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അത് കറക്റ്റ് സമയത്തുള്ള സൗണ്ട് വരണേ. കറക്റ്റ് കൊടുത്തിട്ട് അവർക്ക് യൂട്രസ് ഫൈബ്രോയിഡ് വന്ന് ചെറുപ്പത്തിൽ കൂട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിച്ച് 18-19 വയസ്സ് തികണ മുമ്പ് അതിൻ്റെ തള്ളയ്ക്ക് നേരത്തെ ചാവേണ്ടി വന്നത് ഡയബറ്റീസ് കോംപ്ലിക്കേഷൻ. അപ്പോൾ അതൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ മനസ്സിലാക്കാൻ എന്താ വ്യത്യാസം. നിൻ്റെ പോലെ നോമ്പി നടന്നിട്ടുള്ള ഞാൻ. അപ്പോൾ നിൻ്റെ പോലെയാണ് നിങ്ങൾക്ക് റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല. നിങ്ങൾക്ക് തമ്മിൽ റെസ്പെക്റ്റും അലിവും ഇല്ല. അതുകൊണ്ടാണ് തമ്മിൽ നിങ്ങൾ കുഴി ചാടിക്കണം. ഭാര്യ ഭർത്താവായാലും കുരുട്ട് മാന്തകളുള്ള കൂട്ടുകാർ തമ്മിൽ കുഴി ചാടിച്ച് അവർ വഴിയിലിരുന്ന് ചത്തില്ലെങ്കിൽ അവരുടെ ഭാഗ്യം, ബെഡ് റെസ്റ്റ് ആയ. അപ്പോൾ അങ്ങനെയുള്ള വിഡ്ഢികൾ കുറേ ഉണ്ട്. ബെറ്റി അങ്ങനെ കുറേ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഹിന്ദി വ്യത്യാസം അറിയാണ്ട് ഹിന്ദിയിൽ മലയാളത്തിൽ ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കൊങ്കണി പോർച്ചുഗീസ് കേട്ട വളർന്ന ഞാൻ. കൊങ്കണി പോർച്ചുഗീസ് മിക്സ് ആയിട്ട് ഒരു ഇംഗ്ലീഷ് രീതിയിലാണ് വരണേ. അപ്പോൾ അങ്ങനത്തെ വേർഡ്സ് കേട്ട് അങ്ങനത്തെ കൾച്ചർ വെസ്റ്റേൺ രീതിയിൽ വരുമ്പോൾ അവിടെ ഹിന്ദി പറയരുതെന്ന് പറയും. 30 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോയായിരുന്നു. അവിടെ ജോലിക്ക് പോകണം സ്റ്റേറ്റ് ബാങ്ക് റെയിൽവേ സ്റ്റേഷനിലും ജോലി ചെയ്യണ പോലെയല്ല, ഹിന്ദി പറഞ്ഞ് നടക്കണ പോലെയല്ല അത്. അതുപോലെ ഗൂണ്ടു എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവരോട് യു ആർ എ ഫണ്ണി പേഴ്സൺ, യു ആർ എ ഗ്രേറ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ തും ടോപ്പ് ടീ ഹൈ പെർ സെക്സിക്കൽ നെയ് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഹിന്ദി വൃത്തികെട്ട രീതിയിലാണ് ഉപയോഗിക്കണുള്ളതാണ്. ഹിന്ദി ഭാഷയും ഉപയോഗിക്കണല്ലേ. പാട്ടുകൾ ചിലപ്പോൾ പാടുമായിരിക്കും ചെറുത് കുറച്ച്. വൃത്തികെട്ട രീതിയിലുള്ള ശോഷിച്ച രീതിയിലുള്ള സോങ്സ് ഞാൻ പാടുന്നുണ്ടോ ഇല്ല. വ്യത്യാസം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നന്നായിട്ട് വ്യത്യാസം മനസ്സിലാക്കാൻ അറിയാം. എന്നിട്ടും ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ, നിങ്ങളുടെ തമ്മിൽ റെസ്പെക്റ്റും അലിവില്ലാതെ തമ്മിൽ കുഴി ചാടിക്കണം വിഡ്ഢിത്തം മാത്രം പറഞ്ഞു കൊടുത്ത് ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ അരച്ച് കഴിച്ച് നടക്കണ നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ പുറത്ത് കാണിക്കണം. ഞാൻ കറക്റ്റായിട്ട് പറയണം. എനിക്ക് അധികമൊന്നും പറയരുത്. വേറെ രീതിയിൽ പറയാനും ആ രീതിയിൽ പബ്ലിക്കായിട്ട് പറഞ്ഞാലും ആ രീതിയിലുള്ള ചേഞ്ചസ് നടക്കണം. അല്ലാണ്ട് കുറേ വിഡ്ഢികളെ ബോധിപ്പിക്കാനായിട്ടല്ല പറയേണ്ടത്. ഒരു വർഷം കഴിഞ്ഞു, 2000 വർഷം പറഞ്ഞത് തീർന്നു. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ ആ വിഡ്ഢിത്തത്തിൽ 500 വർഷം കഴിഞ്ഞിട്ടും ബൈബിൾ എഴുതിയത്ര. അങ്ങനെയാണെങ്കിൽ ഓർമ്മ നിൽക്കുന്നത് എങ്ങനെയാണ്? അവർ 500 വർഷം വരെ ശിഷ്യന്മാർ ജീവിച്ചിരുന്ന ഒരു ബുദ്ധിയും ബോധമൊന്നുമില്ല നിങ്ങൾക്ക്. അന്ന് തമ്മിൽ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ല. എന്ന് വെച്ചാൽ വിഡ്ഢിത്തത്തിൽ നിങ്ങൾ കാരണം. അപ്പോൾ നിങ്ങളോട് എനിക്ക് എന്ത് റെസ്പെക്റ്റ് അന്ന് അപ്പം തന്നെ എഴുതി വയ്ക്കുന്നുണ്ട്. അതാണ് പിന്നെ ശേഖരിച്ച് പുതിയ നിയമമാക്കുന്നത്. അതുകൊണ്ട് 300 വർഷം 500 വർഷമായിട്ടാണ് ഈ റോമൻ കാത്തലിക്സ് വന്നത്. 2000 വർഷത്തിൻ്റെ ഒരു 1500 വന്നത് ഈ റോമൻ കാത്തലിക്സൊക്കെ. അത് തലയ്ക്ക് വിവരമില്ലാത്ത കുറേ രാജാക്കന്മാർ പോപ്പാക്കിയിട്ട്, അതാണ് കോപ്പൊക്കെ സമയത്തിന് ഓരോ വിഡ്ഢികളെ ജീവനില്ലാത്തത് ആരാധിച്ച് നടക്കണ വിഡ്ഢികളെ പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സെലക്ട് ചെയ്യണം. സമയത്തിന് കാലത്തിനനുസരിച്ച് ആവുന്നുണ്ട്. അത് കണ്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ന് കണ്ടിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കാത്തവർ കേട്ടിട്ട് എങ്ങനെ അറിയാനാ? അപ്പോൾ അറിയാം. അതുപോലത്തെ കുറേ കഷായം എൻ്റെ മുന്നിൽ നീക്കുക. ഞാൻ പല പ്രശ്നങ്ങൾക്കും മറവി രോഗം ഉള്ളതുകൊണ്ട്, ഓർമ്മശക്തി നിങ്ങൾക്ക് തമ്മിൽ റെസ്പെക്റ്റ് ഇല്ലാത്തതുകൊണ്ട്, കുഴിയിൽ ചാടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെ കുറവാണ് ഓർമ്മശക്തി. കാരണം ദൂരെ എവിടെയെങ്കിലും ഇടിമിന്നൽ നടന്നു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഇടിമിന്നൽ ലൈറ്റ് നടന്നു, മഴ പെയ്ത് അകത്ത് കയറി, ഞാൻ എന്തെങ്കിലും അത് എതിർക്കാൻ നിൽക്കണ്ട. ഇല്ല, അത് നടക്കട്ടെ. നിങ്ങൾ വെഡിത്തം
എൻ്റെ മുന്നിൽ നിന്ന് റിയാക്ട് ചെയ്യേണ്ടോ നോക്കാം. ഒരു ബുദ്ധിബോധം വേണ്ട. അതുപോലത്തെ തന്നെ ഇപ്പം ഇപ്പം 2000 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിനും 7ാം ക്ലാസ്സിനും നടുവിൽ 7:05 എൻ്റെ രാത്രിയിലെ ബർത്ത് സമയം. അപ്പോൾ ആ സമയത്തിൽ ഞാൻ ഓർക്കണില്ല ഗോവയിൽ പോകുമ്പോഴൊന്നും. അപ്പോൾ 7:05 നടുക്കിൽ തന്നെയാണ് 5 മാസം ഇനി കിടക്കുകയാണ്, ഓഗസ്റ്റ് തൊട്ട് ഡിസംബർ വരെ. 7 മാസം തീർന്നു. മനസ്സിലാക്കാൻ പഠിക്കുക. 7ഉം 5 കൂട്ടി 12 12 എന്ന് പറഞ്ഞാൽ 00 സമയമാണ്. 1+2=3. അത് മനസ്സിലാക്കാനുള്ള എല്ലാ കഴിവുണ്ടല്ലോ നിങ്ങൾക്ക് ആ സ്ക്രൂ ഫിറ്റ് ചെയ്യാനായിട്ട്. സ്ക്രൂ ഒന്നും അധികം എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ എക്സ്ട്രാ സ്ക്രൂ ഫിറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യണമെന്നുള്ള പോലത്തെ വിഡിത്താണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എരുമേനെ ആരാധിക്കാൻ നടക്കണം. എരുമയ്ക്ക് മഞ്ഞളും പൊടി ഇട്ടിട്ട് എന്താ കാര്യം? എരുമയാണോ നിങ്ങൾ സൃഷ്ടിച്ചത്? നിങ്ങളുടെ എരുമയുടെ മോന്തയാണോ നിങ്ങൾക്ക്? മെലിഞ്ഞ അഴുക്ക് പിടിച്ച ചാണകവും തുറന്ന എരുമേനെ ആരാധിക്കാൻ നിങ്ങൾക്ക് നാണാവില്ല വിഡ്ഢികളെ? അല്ലെങ്കിൽ ഉറുമ്പിനെ ആരാധിക്കണം, എലീനെ ആരാധിക്കണോ? നിങ്ങൾക്ക് നാണാവത്തെ വെഡിത്താണോ ചെയ്തുകൊണ്ടിരിക്കണേ? ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല അതിനെ. സോ തന്തയുടെ നല്ല റിട്ടയർഡ് ടീച്ചർ അനുകരിച്ച് സ്പൂൺ ഫീഡിങ് അനുകരിച്ച് ധൈര്യമില്ലാണ്ട് അറിവില്ലായ്മ നിങ്ങളെ തന്നെ ശവം പോലെ ജീവിക്കണം, ശവം പോലെ ശോഷിച്ച ജീവിക്കാമെന്ന് പറയാൻ പറ്റില്ലേ? ശവപ്പെട്ടിയും പൂമഞ്ചിയൊന്നും ഒരുക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക്. കത്തിച്ച് കളയുന്നത് ഭേദം. അപ്പോൾ അങ്ങനെയുള്ളൊരു പേരും വിലാസമുണ്ട്. ഒരുമിച്ച് കൂട്ടത്തോടെ ഹിന്ദുവാണ് റിലീജിയൻ ബേസ്, നിങ്ങളുടെ റിലീജിയൻ ബേസിലാണ് എല്ലാത്തിനും ഒരുമിച്ച് കുഴിച്ചു മൂടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിനേക്കാളും വലിയ കാലം വരാനുണ്ട്, 2-3 വർഷം. 2020 തൊട്ട് 2021 വരെയെങ്കിലും അത് 2020 തൊട്ട് 22 വരെയെങ്കിലും അത് മനസ്സിലാക്കാൻ പഠിക്കും. അതുപോലെ തന്നെ എല്ലാ വിഡിത്തം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യാൻ കുറേ പേര് പോകുന്നുണ്ട് വഴി കൂടെ ഇത് സെയിം റിപ്പീറ്റ് ചെയ്യാനായിട്ട്. അത് കിട്ടേണ്ട സമയത്ത് കിട്ടുമെന്ന് പറയണേ. അപ്പോൾ കറക്റ്റായിട്ടായിരിക്കും പറയണം. നിങ്ങളുടെ ശോഷിച്ച അവസ്ഥയിൽ നാവ് അത് നിറപ്പിട്ട് ഞാനങ്ങനെ ആരെയും കുറിച്ച് പറയാം. അപ്പോൾ ഈ 7-5 എന്ന് പറയുന്നത് ജൂലൈയിൽ 2 ദിവസം മുമ്പ്, ഓഗസ്റ്റ് 2-ന് 2 ദിവസം 36 വയസ്സാവാൻ പോകണു. അതിൻ്റെ 2 ദിവസം തൊട്ട് മുൻപാണ് ജൂലൈ 30-ന്. ജൂലൈ എന്ന് പറയുമ്പോൾ 7 എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തിൻ്റെ സമയം. അത് കറക്റ്റായിട്ട് എവിടെ സെർച്ച് ചെയ്താൽ കാണാം. അതുപോലെ 30 എന്ന് പറഞ്ഞാൽ ഞാൻ ബാപ്റ്റിസം ചെയ്ത വയസ്സ്. അതാണ് പുതിയതായിട്ടുള്ളത് കാണേണ്ടത്, പഴയതല്ല കാണേണ്ടത്. അതുപോലെ 2 മണിക്ക് കൃത്യം ബ്രിമ്മിന്ന് പുലർച്ചെ പൊട്ടി മുളച്ച എല്ലാം കൂടി തകിടം മറിഞ്ഞ് സിമൻറ്റും കല്ലും മണ്ണും പാറക്കല്ലും എല്ലാം കൂടി ഗ്യാസുകൾ പൊട്ടിത്തെറിച്ച് സിലിണ്ടറും വീടും സിമൻറ്റും പൊട്ടിത്തെറിച്ച മരങ്ങളും എല്ലാം കൂടി പീസായി ബോഡി പോലും കിട്ടാണ്ട് അവിടെ ഇവിടെയും പേരും വിലാസമില്ലാണ്ട് അതും കിട്ടി ഞങ്ങൾക്ക്. കൊറോണ മാത്രത്തിൻ്റെ സമയം മാത്രമല്ല. അപ്പോൾ പേരും വിലാസമില്ലാണ്ട് കുഴിച്ചു മൂടുന്നത് എല്ലാം മനസ്സിലാക്കിയിട്ട് വീണ്ടും നിങ്ങൾ വെഡിത്ത റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞങ്ങൾക്ക് ഇനി അരുന്നൂട്ടി വാങ്ങണം, ഇതുപോലെ അരുന്നൂട്ടി വാങ്ങണം നിർബന്ധമുള്ളവരെ ഞാൻ ആദ്യമായിട്ട് കാണും. വെഡ്ഡികൾ പണ്ട് ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വെഡ്ഡികളുണ്ടെന്ന്. പക്ഷെ ശരിക്കും മനസ്സിലാവണ്ടേ എന്താ വെഡ്ഡിത്തവും വിവരമില്ലായ്മയുടെ വ്യത്യാസം എന്താണെന്ന്. വിവരവും വെഡ്ഡിത്തവും വ്യത്യാസം. അപ്പോൾ ഉന്നതിയിലേക്ക് നീങ്ങേണ്ട കാര്യങ്ങൾ പറയണേ, അല്ലാണ്ട് വെഡ്ഡിത്തം തമ്മിൽ പറഞ്ഞു കൊടുക്കണമെന്ന് കൊടുത്ത് തമ്മിൽ കുഴിയിൽ ചാടിക്കണ രീതിയിൽ എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിലാക്കണല്ലേ വെഡ്ഡികൾ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും. അതുപോലെ അപ്പോൾ ഈ 7 ജൂലൈ ഓഗസ്റ്റിന് 30 എന്ന് പറയുമ്പോൾ 6 സമയം, 6 വയസ്സുള്ള 2-6 കത്തിക്കുത്ത് നടന്ന് എവിടെയും പുതിയ സ്ഥലത്ത് പോകുമ്പോൾ ഹിന്ദുസും റോമൻ കാത്തലിക്സും ശരിക്കുള്ള മുങ്ങിനി ഇവരിൽ മനസ്സിലാക്കാണ്ട് ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. അതുപോലെ ഓഗസ്റ്റ് മാസം 2 ദിവസം മുമ്പാണ്, 5 മാസത്തിൻ്റെ തുടക്കത്തിൽ ഓഗസ്റ്റ് വരണതിന് 7 മാസം ജൂലൈ തീരുമ്പോൾ തൊട്ട് മുമ്പ് 30 വയസ്സ് തികയുമ്പോൾ 2 മണിക്ക് പൊട്ടി മുളച്ചപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുണ്ടല്ലോ. എന്നുവെച്ചാൽ 5-നും 7-നും നടുക്കിൽ 2000 എന്ന വർഷത്തിൽ ഞാൻ 6ാം ക്ലാസ്സിൽ ചേരുമ്പോൾ 12 വയസ്സ് തികയുമ്പോൾ ശരിക്കും ആ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ബുദ്ധിബോധം വേർതിരിച്ചറിയാൻ. 5 മാസവും 7 മാസത്തിൽ നടുക്കില്ല, 5ഉം 7ഉം കൂട്ടി 12 സമയം. ഈ 12 വയസ്സ് തികയുമ്പോഴാണ് 2000-ൽ 6ാം ക്ലാസ്സിൽ അമ്മാമ്മയുടെ മാർച്ച് 8-ന് അതൊക്കെ എല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ടല്ലോ. മാർച്ച് 8 എന്ന് പറയുമ്പോൾ 8-3 എന്ന് പറയുമ്പോൾ എൻ്റെ 2888 എന്ന് പറഞ്ഞാൽ 8-3 കൂട്ടി നോക്കിയാൽ 11 11 കറക്റ്റായിട്ട് എല്ലാം മനസ്സിലാക്കണ്ടല്ലോ. എനിക്കും ജിബിക്കിനും ആ ഫോട്ടോയിൽ നിൽക്കണം, അതിപ്പോൾ പോയി തോന്നുന്നു ഫംഗസ് വെച്ച്. 11 വയസ്സ് ഫെബ്രുവരിയിൽ എനിക്ക് 10 ആകുമ്പോഴും എനിക്ക് ജിബിക്ക് മുമ്പേ ആയി 1999-ൽ 27 + 1 28. അത് കൂട്ടി നോക്കുമ്പോൾ താലി സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ആ പാട്ടൊക്കെ ഇറങ്ങിയാൽ ശരിക്കും ആ 3 പേരുടെ കാണിക്കുന്നുണ്ട് താലി സിനിമയുടെ പാട്ടിൽ. അത് മനസ്സിലാക്കാൻ പഠിക്കാൻ എന്താ വ്യത്യാസം എന്താണെന്ന് ആ കറക്റ്റായിട്ട് ആ മുഖങ്ങളനുസരിച്ച് കിട്ടുന്നുണ്ട്. നിമ്മിയുടെ ആയാലും ജിബിയുടെ ആയാലും എൻ്റെ ആണെങ്കിലും അത് മനസ്സിലാക്കാൻ പഠിക്കുക എന്താണ്. എല്ലാ രീതിയിലും സയൻസും കുരിശിൽ കിടക്കുന്ന രീതിയും എല്ലാം റോമൻ കാത്തലിക്സോട് വരണമല്ലെന്ന് പറയുന്നത് ഞാൻ. എന്നിട്ട് അവർക്കറിയാം യോസെ എന്താണ് യഹോവ രീതിയിൽ വരേണ്ടത്.
അപ്പോൾ ആ രീതിയിൽ പറയുമ്പോഴും പറയാം. അപ്പോൾ 2000 ഇങ്ങനെ നടക്കണു. മാർച്ച് 8 2000 00 12 വയസ്സ് തികഞ്ഞ് കാണാണ്ടാവുന്ന രീതി വരണല്ലേ മാർച്ച് 8 ഈ 2000 എന്ന 1+2 300 സമയം 8:34 എന്ന സമയം മലയാളം പറഞ്ഞു തുടങ്ങണം 2022 വരാനിരിക്കുന്നുണ്ട്. അത് വേറെ 3-4 എന്ന രീതിയിൽ 3-4 എന്ന രീതിയിൽ എന്താ ഈ മാർച്ച് 8 കണ്ട ചന എന്ന് പറഞ്ഞ ഹീബ്രു ലാംഗ്വേജിൽ ചന മാർച്ച് നാനയുടെ ബർത്ത് മന്ത് ഏപ്രിൽ അത് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ടല്ലോ. ചന ഗ്രേസ് എന്നാണ് അർത്ഥം, ഗ്രേഷ്യസ്. അതിൻ്റെ അർത്ഥം ഗ്രാരീസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ കിട്ടുന്നുണ്ടല്ലോ. അതുപോലെ മാർച്ച് 8 നാനിയുടെ ബർത്ത്ഡേ 8 മാർച്ച് 3 അമേരിക്കൻ പേര് ഡേറ്റ് മറിച്ചിട്ട അങ്ങനെയാണ്. അതുപോലെ മരിച്ച ഡേറ്റ് ഡാഡിയുടെ അമ്മ മരിച്ചത് റോസി, രണ്ടുപേരുടെ പേര് റോസി. ആ രീതിയിൽ നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലോ. മാർച്ച് 8 ഈ 3 8 2000 83 3 കൂട്ടി കഴിഞ്ഞാൽ എനിക്കും ജിബിക്കും നിമ്മിക്കും 11 വയസ്സ് ആ സമയത്ത് 12 വയസ്സ് തികയണു. എനിക്കും നിമ്മിയുടെ കൂട്ടേണ്ടത് ഫെബ്രുവരി 2001 അപ്പോൾ അത് 12+9 കൂട്ടിയിട്ട് വരില്ല, 11+9 തന്നെ വരണം. 27+9 അപ്പാപ്പനെ മരിച്ച നവംബറിലായിരുന്നു. കുട്ടി വാങ്ങണ മാസം ഫേക്ക് ബർത്ത്ഡേ ആയിട്ടുള്ള ഷൂറുഖ് ഖാൻ മുമ്പ് അഫ്താബ് എന്നാണ് പേര്, ഷൂറുഖ് ഖാൻ ആക്കിയതാണ് ഈ ഇൻ്റർനെറ്റൊക്കെ വരണതിന് മുമ്പ്, ഫൗജി സിനിമ തുടങ്ങുന്നതിന് മുമ്പ്. അതും അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ നീങ്ങണം. അപ്പോൾ മനസ്സിലാക്കുന്ന ബുദ്ധിശേഷി ഉണ്ടാക്കുക. ഫുൾ ഉണർവോടെ പറയണം. ഞങ്ങൾക്ക് ചോദിക്കേണ്ടാത്ത രീതിയിൽ ചോദിക്കാൻ അറിയാം, ചോദിക്കേണ്ട രീതിയിലും അറിയാം. അപ്പോൾ നിങ്ങൾ ഈ ഇപ്പം മനസ്സിലാക്കുക, ഈ ഞാൻ കുടിച്ച് ഡ്രഗ് അടിച്ച് വീഡിയോസ് നടക്കില്ല, അത് വ്യത്യാസമുണ്ട്. ദേഷ്യം വന്നിട്ടാണെങ്കിൽ കൊണ്ടിട്ട് അറിവില്ലായ്മയോടെ പറയുകയാണെങ്കിൽ അത് പൂർണ്ണ ഉണർവോടെ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൂന്നും റോസിയുടെ ജന്മദിനം 3-8 കൂട്ടി 3+8 9 10 11 എനിക്കും ചിബിയുടെ ജിമ്മിയുടെ 3 11 എന്ന് പറയുന്നുണ്ട്. 33 വയസ്സിൽ 2021 താഹാനം കേട്ടോ. May 2 മരിച്ച നാന 2016 8-8-8 എന്ന് പറഞ്ഞാൽ 28×3 അതൊക്കെ പറഞ്ഞു. 28×2 56 84. അപ്പോൾ എല്ലാ രീതിയിലും 7-4 എന്നൊക്കെ രീതിയിൽ വരണ രീതി പറഞ്ഞു +6 2016. അപ്പോൾ അത് കഴിഞ്ഞ് താഹാനം May 2 കാണണം. അത് ജസ്റ്റ് ഈ വെഡ്ഡി ജോലി നിർത്തേണ്ട സമയമായി, പെണ്ണുങ്ങളുടെ ജോലി അതൊക്കെ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ മാർച്ച് 8 നാനിയുടെ ബർത്ത്ഡേ, നാനിയുടെ റോസിൻ്റെ ഡാഡിയുടെ അമ്മയുടെ അവർ 90 വയസ്സിൽ പനി പിടിച്ച് ചത്തതൊന്നുമല്ല. 65 വയസ്സിലായിരുന്നു കുട്ടി വാങ്ങി. അത് റിപ്പീറ്റഡ് ചെയ്യേണ്ട, കാണാനും കണ്ടിന്ന് ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യേണ്ട, മാമോദീസും കുമോദീസും ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് താക്കീത് കൊടുത്ത റേറ്റ് ലാസ്റ്റ് 10ാമത്തെ കുട്ടിയുടെ. അത് മനസ്സിലാക്കാൻ പഠിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് 3+8 9 10 11 3 8 24 ആണ്. പക്ഷേ 2+4 6 കാണിക്കണല്ലേ. 3×8 24 ആയതുകൊണ്ട് 2×4 8 തന്നെ കൂട്ടാം. 8 വീണ്ടും അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന്. 3 ഈ 3-8 ഡാഡിയുടെ അമ്മയുടെ ബർത്ത്ഡേയും മമ്മിയുടെ അമ്മയുടെ ബർത്ത്ഡേയും ഡാഡിയുടെ അമ്മയുടെ ബർത്ത്ഡേയും പിന്നെ 2000 തുടങ്ങണതിൻ്റെ 12 വയസ്സ് തികഞ്ഞിട്ട് പെർഫെക്ഷൻ കാണാണ്ടാവും ദേഷ്യയുടെ. അപ്പോൾ ആ രീതിയിൽ തന്നെ എഴുതി വെച്ചേക്കണം. 8 വീക്സിൽ അല്ലെങ്കിൽ 8 ഡേയ്സിൽ സർക്കംസിഷൻ ചെയ്യുന്നതും. 2012 ഞാൻ 1+2 300 20 എന്ന് പറഞ്ഞാൽ 24 വയസ്സിൽ സർക്കംസിഷൻ ചെയ്യുമ്പോഴും അതിൽ 24 കൂട്ടില്ല, 12 കൂട്ടില്ല, 11 വയസ്സ് 11 സമയം 23 കഴിഞ്ഞിട്ടുള്ള സമയത്തുകൊണ്ട് 00 കൂട്ടുക, 24 12. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഇതുണ്ടല്ലോ, ബുദ്ധിശേഷി ഉണ്ടല്ലോ. ആ 11 8 അപ്പോൾ ഈ 11 33 പറഞ്ഞു. 33 വയസ്സ് 2021 തികഞ്ഞ് 34 2022 തികയുന്നത്. അത് 8-4 എന്ന് കാണിക്കണം. 2022 ഇൻസ്റ്റാഗ്രാം എന്താ വെച്ചാൽ കയറ്റിയത് തീർന്നു. പിന്നെ തിരിച്ച് വന്നു. 2023 രാജസ്ഥാനിൽ നിന്നു. അത് നഴ്സിംഗ് ജോലി നിർത്തി. രാജസ്ഥാനിൽ എന്തുണ്ടായെന്ന് അറിയാം. അപ്പോൾ അത് കഴിഞ്ഞ എല്ലാ രീതിയിലും ആ രീതിയിൽ നടക്കണം. ഇപ്പോൾ 8-8-8 നിലനിൽക്കുന്നുണ്ട്. 2×4 8 തന്നെ കോട്ടുണ്ട്. 8×3 മമ്മിയുടെ റോസിന് 8×3 2000 കൂടെ 8×3 8×3 8×3 മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ കൂട്ടണം, ആഡിഷൻ കൂട്ടണ്ട. 2+4 6 കൂട്ടണ്ട, തീർന്നു. 2×4 8 2×4 8 2×4 8 8 അവിടെ നിലനിൽക്കുന്നുണ്ട് മാർച്ച് തൊട്ട്. അതുതന്നെ ഹീബ്രു ഭാഷ ചന. ഏപ്രിലിൽ നാനയുടെ ബർത്ത് മാസം 1932 ആ രീതിയിൽ തന്നെ നിൽക്കണേ. അപ്പോൾ ചന എന്നുള്ളത് നാന എന്ന് പറയുകയാണ്. ചന മാർച്ച് ഛത്തീസ്ഗഡിൽ പോയിട്ട് നാനി മരിക്കുന്നത് 2018 RKCH എന്നുള്ള ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ 1 വർഷം മൈഗ്രൈൻ നാന മരിച്ച സമയത്ത്. അപ്പോൾ എല്ലാ രീതിയിലും ആ പാട്ടിറങ്ങിയ സമയത്ത് 2015 ഡിസംബർ 18 എല്ലാ രീതിയിലും ആ രീതിയിലാണല്ലോ നടക്കണത്. അപ്പോൾ ഞാൻ പറയും, ഞാനിങ്ങനെ ആരെയും താഴ്ത്തി പറയാൻ പറഞ്ഞിട്ടില്ല, പൊക്കി പറയാനും പോയിട്ടില്ല.
എനിക്ക് നന്നായിട്ട് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ശോഷിച്ചാവസ്ഥ ഞാൻ എന്ത് പോൺ വീഡിയോസ്, എന്ത് ലവ് വീഡിയോസ്, പോൺ വീഡിയോസ് പറയില്ല, ലവ് വീഡിയോസ് എന്ത് കണ്ടാലും കുടിച്ചിലൊക്കെ കെട്ട് നടക്കണില്ല. ഞാൻ ആരും താഴ്ത്തി പറയാൻ പറഞ്ഞില്ല, പൊക്കി പറയാനില്ല. അത് ധൈര്യത്തിൻ്റെ ലക്ഷണമാണ്. ശോഷിച്ച അവസ്ഥയിൽ നടക്കണവരാണ് തമ്മിൽ തമ്മിൽ കുഴി ചാടിക്കണവർ, ശോഷിച്ച ഹിന്ദുസ് ആണെങ്കിലും പൂർണ്ണ അറിവില്ലാത്തവർ, സ്വന്തം തന്താട് തല റിട്ടയർഡ് ടീച്ചർ അനുകരിച്ച് നടക്കണവർ. എൻ്റെ മുഖത്ത് ഹാരിസെന്ന് വിളിച്ച് 9 വർഷം അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ പേര് വിളിച്ചൊന്ന് അടുത്തേക്ക് വന്നൊന്ന് തോളത്ത് കൈയിടാൻ തോണ്ടാനൊന്നുമില്ല. അവർക്ക് എനിക്ക് കുഴപ്പമില്ല, എല്ലാ രീതിയിലും നടക്കുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധിയില്ലായ്മ ഒരു പഠിപ്പിനെ കുറിച്ച്, മാർക്കിനെ കുറിച്ച്, സബ്ജക്റ്റിനെ കുറിച്ച്, എക്സാമിനെ കുറിച്ച്, മാർക്ക് കിട്ടിയതിനെ കുറിച്ച്, വീണ കൾപ്രിറ്റിനെ കുറിച്ച് താഴ്ത്തി പറയാനോ, 21 ദിവസം ബെഡ് റെസ്റ്റായി. അത് കഴിഞ്ഞ് അവർ പോയി 9ാം ക്ലാസ്സിൽ. അത് കഴിഞ്ഞ് ഓരോരോ ഇതിലും എന്താ പറയുക, ഈ മൂത്രപ്പുരനെ കുറിച്ച്, അപ്പോൾ പെണ്ണുങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ പരിസരത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാനും അവർക്ക് ധൈര്യമില്ല. ഇങ്ങനെ നോക്കി കുരുട്ട് മോന്ത വെച്ച് നോക്കിയിരിക്കാൻ അറിയാം, എന്തോ വലിയത് ഉണ്ടാവണ പോലെ. എനിക്കറിയാം ആരൊക്കെ ഏത് രീതിയിൽ നോക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ കിടന്നുറങ്ങില്ല, എവിടെ എന്തൊക്കെ മനസ്സിലാക്കിയിട്ട് ഇറങ്ങും. വേൾഡ് മൊത്തം മാത്രമല്ല, എനിക്കറിയാം ആരെ എവിടെയാണ് എന്താണ്. അപ്പോൾ അതനുസരിച്ച് എനിക്കറിയാം എന്തുകൊണ്ട് കണ്ട് വളരുന്നത്, പൂർണ്ണ അറിവോടെ കണ്ട് വളരുന്നത് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും പരീക്ഷയിൽ തോറ്റാലും അവരെന്നെ മുഖത്ത് നോക്കി ഇങ്ങനത്തെ താഴ്ത്തി പറയാനുള്ളത്, അവരും ഞാൻ താഴ്ത്തി പറയാനുള്ളത്. ഡ്രാമ എന്തെങ്കിലും ജയിച്ചാലും, മിമിക്രി എന്തെങ്കിലും ജയിച്ചാലും അതിനെ പൊക്കിയും പറയാനുള്ളത്, താഴ്ത്തിയും പറയാനുള്ളത്. അതാണ് മികവിന് അതിൻ്റെ അർത്ഥം. പൂർണ്ണ അറിവോടെ കാര്യങ്ങൾ ഷെയ്ക്കാൻ്റെ തരാൻ ശ്രമിക്കുക. അതുകൊണ്ട് താഴ്ത്തി ആണെന്നും പൂർണ്ണ അറിവിലൂടെ ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല അങ്ങോട്ടും പറഞ്ഞിട്ടില്ല. പൂർണ്ണ അറിവിലാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തമ്മിൽ കുഴി ചാടിക്കണം, വിഡിത്തം പോലെ തമ്മിൽ കുഴി, നിങ്ങൾ തന്നെ അരുന്നൂട്ടി വാങ്ങും. തമ്മിൽ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ല. പിന്നെ എനിക്കെന്തിനും നിങ്ങളോട് റെസ്പെക്റ്റ് വേണം? ആർക്ക് വേണം നിങ്ങളെ? പറഞ്ഞു തന്നു, പാതിരികളുടെ ആവശ്യമില്ല, ജീവനത്തെ വിഗ്രഹങ്ങളൊന്നും ആരാധിക്കാൻ പാടില്ല, ജപമാലയും ജൽപ്പനയൊക്കെ യഹോവയ്ക്ക് അരോചകമാണ്. അതൊക്കെ അറിവില്ലാത്തവരുടെ വിഡിത്താണ്. ജീവിച്ചിരിക്കുമ്പോഴാണ് തമ്മിൽ പ്രാർത്ഥിക്കേണ്ടത്, തമ്മിൽ ഉപദേശങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, അതൊക്കെ ചെയ്യേണ്ടത്. വാക്കുകൾ വിലയുള്ള കാര്യങ്ങളാണ് നാവിന്ന് വരേണ്ടത്. അതുപോലെ ക്വാളിറ്റിയുള്ള മൃഗങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന, പക്ഷികളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അതിനാണ് അവർക്ക് നല്ല ബോധമുണ്ട്. അതാണ് നിങ്ങളുടെ തലയ്ക്ക് മുടിയില്ലാത്തതുകൊണ്ട്, പെട്ടതലയത്തും കുടവരത്തിയല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് തലയ്ക്കും വെളിവില്ല, ബോധമില്ല. അപ്പം മനസ്സിലാക്കുക, നിങ്ങളുടെ തലയ്ക്കും ബോധമില്ലയാണ്, ഉള്ളിലും ബോധമില്ലയാണ്. തലയുടെ പുറത്ത് മാത്രമല്ല മുടിയില്ലാത്തത് നിങ്ങൾക്ക്. ഞാൻ പറയും, എനിക്ക് എത്ര വയസ്സായാലും മുടി നന്നായി തഴച്ച് വളരും. ഞാനിപ്പോൾ അധികം വളർത്താത്തത് കാരണം ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് മാത്രം. ഇപ്പം വളർത്തേണ്ട സമയത്ത് വളർത്തിയുണ്ട്, അത് ഓക്കെ, അത് തീർന്നു, ആ സമയം തീർന്നു. അതാണ് ഞാൻ പറഞ്ഞത്, 2022 എന്ന സമയം തീർന്നു എന്ന് പറഞ്ഞത്. 34 വയസ്സ് കഴിഞ്ഞു, ഇപ്പോൾ 35, 36 ആയിട്ട് ഇപ്പോൾ 2 വർഷം കൂടി ആയിട്ടില്ലേ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ മാർച്ച് 9 ഞാനീ മരിക്കാൻ കാരണം ഛത്തീസ്ഗഡിൽ 6-3 എന്ന രീതിയിൽ മാർച്ച് 8 കഴിഞ്ഞ് നല്ല രീതിയിൽ 7x3 21 എന്ന രീതിയിൽ അപ്പം മരിക്കുമ്പോൾ ഈ 6th 8th മാർച്ച് കഴിഞ്ഞ് 9th മാർച്ച് ഞാൻ നിമ്മിയുടെ സെൻറ്റ് ആൻ്റണീസ് സ്കൂൾ പോൾ മാഷ്. ഇംഗ്ലീഷ് എനിക്ക് ശരിക്കും മികവില്ല, ഞാൻ പറഞ്ഞു, കൊങ്കണി പോർച്ചുഗീസ് കേട്ട് വളരണം, അവിടെ ഹിന്ദി പറയിപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ എന്താ ഇവിടെ ഇംഗ്ലീഷ് മികവ്, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകുമ്പോൾ മലയാളി കുട്ടികൾക്ക് ഇംഗ്ലീഷ് നല്ലോണം മാർക്ക് കിട്ടണ പോലെയല്ല എനിക്ക്. അപ്പോൾ ആ സെൻറ്റ് ആൻ്റണീസ് സ്കൂളിൽ പോൾ മാഷ് പഠിപ്പിച്ച സമയത്ത് ധോണിക്ക് മാർച്ച് 8 ജനിച്ച ഡെന്നീസ് എല്ലാം മരുന്ന് കൂട്ടി വാങ്ങിയതും 2018 കഴിഞ്ഞ് കൊറോണയൊക്കെ വന്നു കഴിഞ്ഞ് അതൊക്കെ ഉണ്ടായത് ആ രീതിയിലാണ് ഉണ്ടായത്. അപ്പോൾ ആ രീതിയെ പറയണം. അപ്പോൾ ഈ മാർച്ച് 8 കഴിഞ്ഞ് നിമ്മിയുടെ ബർത്ത്ഡേ 89, അപ്പോൾ 8 കഴിഞ്ഞ് 89, മാർച്ച് 9 നാനി മരിക്കാനിടയാണോ, അന്തോണിയുടെ ബർത്ത് ഡേറ്റ് എന്ന പോലെ പറയാം. അവർ അരുന്നൂട്ടി വാങ്ങുന്ന സമയത്ത് അരുന്നൂട്ടി വാങ്ങും. എനിക്ക് അധികമൊന്നും പറയാനില്ല, വാക്കുകൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഹിന്ദിയിൽ അങ്ങനത്തെ വാക്കുകളൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ വെഡിത്തം ജോലിക്ക് പോണ പോലെയല്ല, 30 വയസ്സിന് ജോലിക്ക് പോണ പോലെയല്ല. അപ്പോൾ നിങ്ങളുടെ വെഡിത്തം ഇത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നിങ്ങളായിട്ട് അരുന്നൂട്ടി വാങ്ങുന്നതെല്ലാം അല്ലേ, അത് മനസ്സിലാക്കാൻ പഠിക്കുക. പിന്നെ വിവരമില്ലായ്മ അതിനെക്കുറിച്ച് പറഞ്ഞു. അതുപോലത്തെ ശോഷിച്ച വാക്കുകൾ ഉപയോഗിക്കുന്നത്, പിന്നെ എന്തെങ്കിലും ലവ് വീഡിയോസ് കണ്ടു എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ കുടിച്ച് നടക്കണല്ലേ, അവർ കൂട്ടബലാത്സംഗം ചെയ്തു, ഹത്യ നോക്കി, അവരുടെ പ്രത്യേക ടോണുണ്ട്, ചമർപടഞ്ഞിരിക്കുന്നത്. ഫാമിലി കൊലപാതകം ചെയ്തു, അല്ലെങ്കിൽ കത്തിക്കുത്ത് നടത്തി, അടിപൊളി ഉണ്ടാക്കി, ഇതിനയ്യെന്ന് പറയുമ്പോൾ ഈ വെട്ടിത്ത് അവിടെ കളിക്കുക. പാതിരികളുടെ ആവശ്യം എന്ന് പറയുമ്പോൾ അത് വേഷം കെട്ടി ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ച് പറയിപ്പിച്ച മാത്രമേ പറയാൻ പറ്റും. മണ്ടൻ ഡയലോഗ് അടിച്ച്
വിലയുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ പറയൂല്ല, വിലയില്ലാണ്ട് അവർ പെടും ചെയ്യും. വിലയില്ലാത്ത കാര്യങ്ങൾ ചെയ്യണതുകൊണ്ട്, വിഡ്ഢിത്തം ചെയ്യണതുകൊണ്ട്. കുരുട്ട് മോന്ത കണ്ടറിയാം. എൻ്റെ ഇൻ്റർവ്യൂവിന് എളിഞ്ഞ മോന്തി വെച്ചിരിക്കണം എത്ര അർത്ഥമുണ്ട്. കുറേ ബ്രൈറ്റ് സ്ക്രീനിന് മുന്നിൽ എളിഞ്ഞ് വളഞ്ഞ് കൈയടിക്കാൻ, പുറത്തേക്ക് ഇട്ട് കൈയടിക്കാൻ വിഡ്ഢികൾ. അത് ഞാൻ ചെയ്യാത്ത ആരെങ്കിൽ പറയാം. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താ വ്യത്യാസം, എന്താ താഴ്ത്തിയും പറയാനുള്ള പൊക്കിയും പറയാനുള്ള. അപ്പോൾ വിഡ്ഢിത്തം ഇപ്പം എനിക്ക് എങ്ങനെ കൊള്ളാം, ദേഷ്യം വരണ്ടെങ്കിൽ കുടിച്ചിലൊക്കെ കെട്ട് മൂക്കിപ്പൊടിയും വലിച്ച് ഗുട്കയും കഴിച്ച് നടക്കും. വ്യത്യാസം മനസ്സിലാക്കുക എന്താ വ്യത്യാസം. എന്നിട്ടും നിങ്ങൾ വിഡ്ഢിത്തം എന്താണെന്ന് മനസ്സിലാക്കാണ്ട് ഇപ്പോഴും വിഡ്ഢിത്തത്തിൽ നിന്ന് മാറാൻ തയ്യാറല്ല നിങ്ങൾ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് തമ്മിൽ റെസ്പെക്റ്റ് ഇല്ല, തമ്മിൽ കുഴിയിൽ ചാടിച്ചുകൊണ്ടിരിക്കുക. ഭാര്യ ഭർത്താവായാലും ഏത് കൂട്ടാരും എന്തായാലും കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടും അത് തന്നെ നേരത്തെ കൂട്ടി വാങ്ങണം, ഇത്ര ഷാർട്ടിയും നിർബന്ധമുള്ളവരെ ഞാൻ ആദ്യമായിട്ട് കാണണം. കേട്ടുണ്ട് ചെറുപ്പത്തിൽ അങ്ങനെ ഉണ്ടെന്ന്. പക്ഷെ ഇപ്പം മനസ്സിലായി വിഡ്ഢിത്തം ശരിക്കും എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് എല്ലാവരുടെയും എനിക്ക് റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നില്ല എല്ലാവരുടെയും. എല്ലാ ശോഷിച്ചാവസ്ഥയ്ക്ക് പിന്നെ ശവം പോലെ ഇങ്ങനെ ശോഷിച്ചാവസ്ഥയിൽ നടക്കുന്നവർക്ക് വീണ്ടും ഒരു ശവപ്പെട്ടിയുടെ കാര്യമില്ല, പൂമഞ്ചയുടെ കാര്യമില്ല. അതാണ് പെട്ടെന്ന് കത്തിച്ച് കളയണേ. പേരും വിലാസമില്ലാണ്ട് എല്ലാത്തിനും കുഴിച്ചു മൂടുന്നത് അതായിരുന്നു. ഓരോ സമയം വെച്ചും എല്ലാ സമയത്തിനും അടുത്തടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് മനസ്സിലാക്കാണ്ട് നിങ്ങൾ തമ്മിൽ റെസ്പെക്റ്റ് ഇല്ലാണ്ട് പിന്നെ എന്തിന് നിങ്ങളോട് എനിക്ക് റെസ്പെക്റ്റ് എൻ്റെ ആവശ്യം.